കോതമംഗലം തൃക്കാര്യൂരിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് തൃക്കാര്യൂർ മണ്ഡലം കമ്മിറ്റി. ജില്ലാ ഭരണകൂടവും തഹസിൽദാരുടെ ഓഫീസും പഞ്ചായത്ത് ഭരണകൂടവും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോതമംഗലം താലൂക്കിലെ തൃക്കാര്യൂരിൽ തോട് കരകവിഞ്ഞ് കവലയിലുള്ള കടകളിലും വീടുകളിലും നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് കോൺഗ്രസ് തൃക്കാര്യൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതിനായി ജില്ലാ ഭരണകൂടവും തഹസിൽദാരുടെ ഓഫീസും പഞ്ചായത്ത് ഭരണകൂടവും ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും തൃക്കാര്യൂർ തോടിലെ ചെളിവാരി മാറ്റുന്നതിനും കാടുകൾ വെട്ടിമാറ്റുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് തൃക്കാര്യൂർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗം INTUC വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ആ മഴവെള്ളം വന്നു കഴിയുമ്പോൾ ഒരുപാട് വീടുകളെ ഈ രണ്ട് തോടുകളാണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് തോടുകളിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള യാതൊരു പ്രാരംഭ നടപടികളും മഴക്കാലത്തിന് മുമ്പായിട്ട്, ഇപ്പൊ മഴക്കാലം വന്നു ഇടവപ്പായി തുടങ്ങി, അത് യാതൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ വെള്ളം കയറണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറും. ഒരുപാട് വീടുകൾ, നൂറുകണക്കിന് വീടുകൾ ഇതിന്റെ പരിസര പ്രദേശത്തുണ്ട്. ഈ വീടുകളിലെല്ലാം വെള്ളം കയറി കഴിയുമ്പോൾ പാതിരാത്രി വെളുപ്പാങ്കാലത്ത് ഓടിച്ചെന്ന് അവരെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു മുമ്പ്, വെള്ളം കയറുന്നതിന് മുമ്പ് അവർക്കൊരു സംരക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പോൾ എസ് ഡേവിഡ്, വിജയൻ നായർ TC, ഗുണപതി ശിവദാസൻ, PK തമ്പി, ഓമന വാസു, ഗോപിനാഥൻ നായർ, കൃഷ്ണകുമാർ പടിപ്പുര, സുജിത് ദാസ്, സുരേഷ് നാരേക്കാട്ട്, സുഹറ അബ്ദുൽ ഖാദർ, തങ്കപ്പൻ പേലേക്കുന്നൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.